പപ്പേട്ടൻ എൻ്റെ മനസ്സിൽ എനിക്കേറെ സ്വാധീനിച്ച ഒരു കഥാകാരനാണ്. പപ്പേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 11 കഥകൾ എഴുതിയൊരു പുസ്തകമാണ് ഈ കരുവന്നൂർ. ഇതിലെ 10ാമത്തെ കഥയാണ് കരുവന്നൂർ. എന്താണ് ഈ പുസ്തകത്തിന് കരുവന്നൂർ എന്ന് പേരിട്ടത് എനിക്കറിയില്ല. അതൊരു പക്ഷേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. പപ്പേട്ടൻ്റെ പുസ്തകത്തിന് ഇങ്ങനൊരു പേരിട്ടിട്ടില്ലെങ്കിലും ടി പത്മനാഭൻ എഴുതിയ കഥകളെന്ന് പറഞ്ഞാൽ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകും. പക്ഷെ ഒരുപക്ഷെ ഇതിൻ്റെ പ്രസാധകന്മാർ ഇതൊരു റെക്കോർഡ് വിൽപ്പന ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം 10ാമത്തെ കഥയുടെ പേര് ഈ കഥാസമാഹാരത്തിന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇത് വായിച്ചു. പപ്പേട്ടൻ്റെ പ്രത്യേകത, നമ്മളൊക്കെ ഒരു ആവറേജ് വായനക്കാരനും ശരാശരി മനുഷ്യനുമാണ്. ഒരു സാഹിത്യകാരൻ്റെ വിജയം, ഒരു കഥാകാരൻ്റെ വിജയം നമ്മളെപ്പോലുള്ള ആളുകളെ കൊണ്ട് ഒരു പുസ്തകം കയ്യിലെടുപ്പിച്ചാൽ അത് വായിച്ചു പൂർത്തിയാക്കി മാത്രമേ പുസ്തകം താഴെ വെക്കൂ എന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ പപ്പേട്ടൻ കേരളത്തിൽ വിജയിച്ചൊരു സാഹിത്യകാരനും കഥാകാരനുമാണ്. ഇപ്പോൾ സ്വരാജൊക്കെ എക്സെപ്ഷണൽ കേസാണ്. സ്വരാജൊക്കെ ഒരുപക്ഷെ ഒരു പുസ്തകം എടുത്താൽ വായിച്ച് മാത്രം അവസാനിപ്പിക്കുന്ന ഒരാളാണ്. നമ്മളൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമുണ്ട്. ഈ പുസ്തകം ഇന്നിപ്പം ശ്രീരാം ചേട്ടൻ പറഞ്ഞു കിട്ടിയില്ല. എനിക്ക് രാവിലെ ഇന്ന് കിട്ടി. ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതിലെ 11 കഥയും വായിച്ചു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ആദ്യം 10ാമത്തെ കഥ വായിച്ച് ഇതിലെ കാര്യം ഒന്ന് പറഞ്ഞു പോകാന്നുള്ളതാണ്. പക്ഷേ ഇതിലെ പുണ്യം മുതൽ ഓരോ കഥയും, ഇതിലിപ്പോൾ ചില കഥയിലൊക്കെ എല്ലാ കഥയിലും രാമേന്ദ്രേട്ടനുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതാണ്ട് എല്ലാ കഥകളിലും രാമേന്ദ്രേട്ടനുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഏതാണ്ട് 4 നൂറ്റാണ്ട് പപ്പേട്ടനുമായിട്ട് ബന്ധമുണ്ട്. ഇണങ്ങിയും പിണങ്ങിയത് ഞാനല്ല, പപ്പേട്ടനാണ്. അല്ലാണ്ട് പപ്പേട്ടനോട് പിണങ്ങാനുള്ള ഔന്നത്യമൊന്നും എനിക്കില്ല, വലിപ്പവും എനിക്കില്ല. പക്ഷേ പപ്പേട്ടൻ എന്നോട് പിണങ്ങി. പക്ഷേ പപ്പേട്ടനുമായി പിണങ്ങിയപ്പോഴും ഇണങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പപ്പേട്ടൻ ഇണങ്ങിയില്ല. പപ്പേട്ടൻ തന്നെ അവസാനം ഇണങ്ങിയതാണ്. അത് പല പല കാരണങ്ങളുണ്ട്. എൻ്റെ കുഴപ്പമില്ല. പപ്പേട്ടൻ ചിലതാണ് ഇഷ്ടമില്ലാത്ത കാര്യം തുറന്നങ്ങ് പറയുമല്ലോ. അതാണല്ലോ പപ്പേട്ടൻ്റെ പ്രത്യേകത. ഏതൊരാളോടും തനിക്കിഷ്ടമില്ലാത്ത കാര്യമുണ്ടെങ്കിൽ ആ വേദിയിൽ വെച്ച് തുറന്നടിച്ച് പറയുന്നൊരു ശീലമാണ് പപ്പേട്ടൻ. അതുകൊണ്ടാണ് പപ്പേട്ടനോട് ആരാധന എന്നെപ്പോഴത്തേക്ക് തോന്നിയത്. ചിലർ പോളിഷ്ഡായി സംസാരിക്കായി, അതല്ല, പപ്പേട്ടൻ പോളിഷ്ഡായി സംസാരിക്കുന്ന രീതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പപ്പേട്ടനെ കാണാൻ നിരവധി തവണ ഞാൻ ഒറ്റയ്ക്കും പല ഘട്ടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് കോടിയേരിയുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ കോടിയേരി ചോദിച്ചാൽ നീ എന്താ ഉള്ളിൽ കയറിയത്? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും പപ്പേട്ടനുമായുള്ള ദീർഘകാലത്തെ ബന്ധം, അത് മാത്രമല്ല 96ാമത്തെ വയസ്സിലും കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളിൽ സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം 96ാമത്തെ വയസ്സിലും ഹൈടെക് കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലാണ് ഹാർലി ഡേവിഡ്സനെ കുറിച്ച് പറയുന്നത്. പപ്പേട്ടൻ, ഞാൻ വെച്ചു പപ്പേട്ടൻ ഹാർലി ഡേവിഡ്സനൊക്കെ അറിയോ? അതുപോലെ ഈ പുസ്തകത്തിനകത്തെ കഥകൾക്കകത്തും പല നാമങ്ങളും കൃത്യമായി ഓർത്ത് പറയാൻ പപ്പേട്ടന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ 11 കഥകളും വ്യത്യസ്തങ്ങളായ കഥകളാണ്. പപ്പേട്ടന് അതിൽ ചില കഥകൾക്കകത്ത് നായ്ക്കുട്ടികൾ കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പപ്പേട്ടനുമായി അടുപ്പുള്ള ആളുകൾ പല കഥകൾക്കകത്തും കഥാപാത്രമായി വന്നിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള പലരും. പക്ഷെ എനിക്കൊരു പരാതി, ഇത്രയും കാലം പരിചയമുണ്ട് എന്നെപ്പറ്റി ഒരു കഥാപാത്രമായി പപ്പേട്ടനോട് എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കഥയിലെങ്കിലും പറ്റുമെങ്കിൽ, സ്വരാജിനെ പറ്റി ഇതൊന്നും എനിക്കറിയില്ല, പപ്പേട്ടൻ്റെ കഥയുണ്ട്. സമീപകാലത്ത് നടന്ന കണ്ണൂരിലെ പയ്യാമ്പലത്തുണ്ടായ സംഭവം ഉൾപ്പെടെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കഥകളും പപ്പേട്ടൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കഥകളും വ്യത്യസ്തമാണ്. ഓരോ കഥകളും ഇരുന്ന ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പപ്പേട്ടൻ്റെ കഥകളുടെ പ്രത്യേകത. പപ്പേട്ടൻ അത്തരത്തിൽ കഥകൾ മാത്രം എഴുതിയ ഒരു മഹാകഥാകാരനാണ്.
അതുമാത്രമല്ല, ഏത് വിഷയത്തിനോടും അപ്പോൾ പ്രതികരിക്കുന്ന ശീലവും പപ്പേട്ടനുണ്ട്. പപ്പേട്ടൻ വളരെ അപ്ഡേറ്റഡായ ഒരു കഥാകാരൻ കൂടിയാണ്. ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ വളരെ അപ്ഡേറ്റഡായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പപ്പേട്ടൻ്റെ പ്രത്യേകത. അതേസമയം എന്നെപ്പോലുള്ള ആളുകളോട് ഏത് കാര്യങ്ങളും വിമർശനങ്ങൾ തുറന്നു പറയാനും ഒരു മടിയും ഒരു കാലത്തും പപ്പേട്ടൻ കാണിച്ചിട്ടില്ല. പപ്പേട്ടൻ KLIBF-ൻ്റെ 3rd എഡിഷനിൽ അദ്ദേഹം വന്നിരുന്നു. KLIBF-ൻ്റെ 3rd എഡിഷനിൽ ഏറ്റവും ലൈവായ ഒരു ഡിസ്കഷൻ പപ്പേട്ടൻ ഡിസ്കഷൻ ആയിരുന്നു. പപ്പേട്ടൻ്റെ ഡിസ്കഷൻ കൂട്ടച്ചിരികളും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പപ്പേട്ടൻ ആ കാര്യങ്ങളോട് പരാമർശിച്ചത്. ഏതായാലും പപ്പേട്ടൻ്റെ കഥാസമാഹാരം പ്രകാശനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിൽ അനുഭവമായി കാണുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കഥകൾ എഴുതാൻ പപ്പേട്ടന് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്.